ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പുത്തൻ വീഡിയോ ആണിത്. പുത്തൻ വീഡിയോയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പോയിട്ട് പാർക്സ്വില്ലിൽ പോവാണ്. പാർക്സ്വില്ലിൽ പോയിട്ട് നമ്മൾ ലിറ്റിൽ മൗണ്ടൻ വ്യൂ പോയിൻറ്റും കയറിയിട്ട് പിന്നെ നമ്മളവിടെ ആണെങ്കിൽ ഫാമിൽ പോയിട്ട് കോഴിയെ കൂടെ പിടിക്കാനുള്ളതാണ് നമ്മുടെ പരിപാടി. നാടൻ കോഴി, പിന്നെ നാടൻ കോഴിയെ കൊണ്ടുവന്നിട്ട് കറിയാക്കി അപ്പമൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യാന്നുള്ളതാണ് പരിപാടി. ഇപ്പോൾ നമ്മുടെ ഗണേഷ് ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ ബോയ്സിനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പരിപാടിക്ക് പോകാനായിട്ട്. എന്തായി? ബോയ്സ് ഗേൾസും എല്ലാം തേച്ചു ഗൈസ്. തേച്ചോ? അതിനെ പറ്റി? അവർക്ക് ജോലിയുണ്ട്, കൊറോണത്തിന് ഉറക്കം എഴുന്നേക്കാൻ വയ്യ. അതിന് സമയമൊന്നും ആയില്ലല്ലോ ഇനിയിപ്പം. അല്ല, അതാ അവരും പറയുന്നത്, സമയമൊന്നും ആവാത്തോണ്ട് ഉറങ്ങുവാ. ഓ മൈ ഗോഡ്, അപ്പം നമ്മൾ രണ്ടുപേരേ ഉള്ളോ? ആദ്യത്തെ തേപ്പ് കിട്ടി. അയ്യോ, അപ്പോൾ ഗൈസ് മിക്കവാറും ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഉള്ളെന്നാണ് തോന്നുന്നത്. ബാക്കി എല്ലാവരും കുറച്ചുകൂടെ കഴിഞ്ഞ് അവർ എണ്ണീക്കുമായിരിക്കുമോ? അല്ല, ഒന്നുകൂടെ വിളിച്ചു നോക്കാം. അവരുടെ സംസാരം കേട്ടിട്ട് അറിഞ്ഞുവിടാം. അയ്യോ, ചോദിച്ചു നോക്കാം, ഒന്നുകൂടെ വിളിക്കാം. എന്നാലും നിങ്ങളെ ഞങ്ങൾ നിരാശപ്പെടുത്തത്തില്ല. വീഡിയോയ്ക്കാണെങ്കിൽ ഞങ്ങൾ ഫുൾ ഫോമിലായിട്ട് ഉണ്ടായിരിക്കും. ഞങ്ങളാണെങ്കിൽ ഇന്ന് നൈസായിട്ട് പോയി കോഴിയെ പിടിക്കും, ലിറ്റിൽ മൗണ്ടൻ വ്യൂ പോയിൻറ്റും കാണിക്കും. എന്നിട്ട് നമുക്ക് ഒരു ട്രാവൽ വിത്ത് ഫുഡ് വീഡിയോ സെറ്റ് ചെയ്യാം. നമ്മളെ കണ്ടോണ്ടിരിക്കട്ടെ. ഓക്കെ, നമ്മളെ കണ്ടോണ്ടിരിക്കട്ടെ ഒരു വീഡിയോ. ഓക്കെ, അപ്പം നമ്മളിവിടുന്ന് വണ്ടിക്ക് കുറച്ച് ദാഹജലം കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഗണേഷ് ആണെങ്കിൽ അകത്ത് പോയി പേ ചെയ്യാൻ പോയി. പക്ഷേ നമുക്കാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് പേ ചെയ്യാം. ഇവിടെ നമുക്ക് ഫോൺ ടാപ്പ് ചെയ്ത് ഇവിടെയും പേ ചെയ്യാം. അപ്പോൾ ഗണേഷ് ആണെങ്കിൽ വണ്ടിക്ക് ദാഹജലം കൊടുക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതെ, ഞെക്കി അടിച്ച് കയറ്റ്. ഓക്കെ ഓക്കെ. ഇന്നിവിടെ ഗ്യാസിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.68 എന്ന് വെച്ചാൽ $1 68 നാട്ടിലെ ഒരു 100 എന്തോ കാൽക്കുലേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് വയ്യ. അപ്പോൾ അങ്ങനെയാണ്. ഭയങ്കര കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ് ഗ്യാസ് വില. സമയത്ത് $1 താഴെയായിരുന്നു. എന്ത് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ മഞ്ഞത്ത് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗണേഷ് ആവേശ് ഖാനായിട്ട് മുമ്പിൽ തന്നെ പോകുന്നുണ്ട്. ഗ്ലൗസും കയ്യെ വലിച്ച് കയറ്റുന്നുണ്ട്. ഞാനിവിടെ നേരത്തെ വന്നിട്ടില്ല കേട്ടോ, ഗണേഷ് വന്നിട്ടുണ്ട്. എടാ, ഒത്തിരി നടക്കമുണ്ട് മേലോട്ട്. പക്ഷേ ഉണ്ട് നല്ല നല്ലത്. താഴെ രണ്ടുപേർ വരുന്നുണ്ട്. ശരിയാ, നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറ്റിയിരുന്നത് കാരണം വിൻ്റർ റേറ്റ് ടയർ ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി പണി കിട്ടാൻ സാധ്യതയുണ്ട്. താഴെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വിൻ്റർ ടയർ ഇട്ട് ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ കയറാവുള്ളൂ എന്നല്ലേടാ? ഓക്കെ. തെന്നുന്നുണ്ടോ? മന്ദം നടന്നു പോകണല്ലേ? സൂം ചെയ്ത് നോക്കട്ടെ. നിൽക്കുന്നവൻ വറുത്തരച്ച മാൻ. പക്ഷെ ഇവിടെ കിട്ടുമല്ലേടാ നമുക്ക് മാനിറച്ചി? അല്ല, നമുക്കിവിടെ ഇതിനെ സാധനത്തിനെ കിട്ടുമല്ലേ? ഇതിനെ വെടിവെക്കാൻ പറ്റുമോ നമുക്ക്? സോറി, മാൻ്റെ ചൈ. ഇവിടെ കുറെ ടവറൊക്കെ ഇരിപ്പുണ്ട്. ചവറല്ല, ടവർ പൂട്ടിയിട്ടേക്കുവാന്നല്ലോ. ഓ, നമ്മൾ ചാടണമല്ലേ? യെസ് യെസ് യശോദേ. പോവാം. ഓ എൻ്റെ മോനെ, ഇവിടെ വെടിക്കെട്ട് വ്യൂടാ. ഓ, യമക്കിൻ സാധനം ഇതുണ്ടാ? കൊള്ളാം. അങ്ങനെ ഗണേഷാണ് എനിക്ക് സ്ഥലം ആദ്യം. ഇതെന്തോടെ? ലിറ്റിൽ മൗണ്ടൻ. എൻ്റെ മോനെ, എടാ ഇത് നല്ല സ്നോ ഉള്ളപ്പോൾ ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കണ്ടായിരുന്നേ. അത് മിസ്സായി പോയില്ലേ? വർഗീസിൻ്റെ ട്രക്ക് മുതലാളി ഇറക്കേണ്ടി വരും, അല്ല നമ്മുടെ സാധാ വണ്ടി ഇവിടെ കയറത്തില്ല. ഇവിടെ ഇവിടെ താഴെ വേണം തൊലഞ്ഞല്ലേ? ഇത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം, താഴെയിൽ അഗാധമായ കൊക്കയാണ്. ഓ മോനെ, പോളി സ്പോട്ട് വ്യൂ, അടിപ്പ സ്ഥലം. താഴെയാണ് ഈ പറഞ്ഞ നമ്മുടെ പൈൻ മരങ്ങളും ബാക്കി സംഗതികളല്ല. അത് ശരിയാ. പിന്നെ ഒന്ന് സൂക്ഷിച്ചോ, പിന്നെ വീഡിയോ എടുക്കാൻ ഒരാൾ കാണില്ല. ശരിയാ.
ഇന്ന് നല്ല വിശേഷപ്പെട്ട ദിവസമായിരുന്നു. ബാക്കി വിശേഷം എന്തോ ഗണേഷേ? രാവിലെ മുതൽ തേപ്പാണ് ഗൈസ്. ആദ്യമേ കാലു വരും അല്ലേ, മൂഞ്ചസിയ കൊണസ. അതെ. പിന്നെ ഇപ്പൊ ഫാമിനകത്ത് കയറി കോഴിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ബ്ലഡി തെൻഡീസ് സമ്മതിച്ചില്ല. അത് പോയി നമ്മളവിടെ പോയി ഫാമിനകത്ത് കയറി കോഴീനെ പിടിക്കുന്ന വീഡിയോ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ അതിനെ നമ്മളൊരു ഫാം ടു പ്ലേറ്റ് കണ്ടൻറ്റ് നമ്മളൊന്നും ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് അപ്പോൾ പോയ വഴിക്ക് ഒരു സ്പോട്ട് കണ്ട് ആ സ്പോട്ടിൽ കയറി അവിടെ നിന്ന് കുറേ വിഷ്വൽസും ഒക്കെ എടുത്ത് നമ്മളിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒരു കവറിനകത്താക്കി തന്നല്ലേ. അവരെ പിടിച്ച് കൊന്നൊരെണ്ണത്തിന് അവര് കവറിനകത്താക്കി തന്ന്. നമ്മുടെ നാട്ടിൽ അതേ സെറ്റപ്പ്. കുറച്ച് നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് പപ്പും പൂടയൊക്കെ പറിച്ച് അവർ സെറ്റ് ചെയ്ത് തന്ന്. എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അതിനെ ഇന്ന് കശാപ്പടിക്കാം. അതാണ് നമ്മുടെ പരിപാടി. അതും തെയ്യൂല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു സാധനത്തിനൊക്കെ അടിച്ച് കശാപ്പാക്കി തന്ന്. പക്ഷെ നമ്മളൊരു 2 കോഴിയിലും മിനിമം വാങ്ങിക്കാന്ന് വിചാരിച്ച് പോയതാ. പക്ഷെ അവരുടെ മൂത്തതായിട്ട് പ്രീ ഓർഡർ അവർക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ 1 കോഴിയെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നമ്മൾ പോകുന്നതിന് മുമ്പേ ഒന്ന് വിളിച്ച് വെച്ചിട്ട് പോകേണ്ടതായിരുന്നു. അപ്പോൾ നമുക്കിന്ന് 1 കോഴിയേ ഉള്ളൂ. പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ പെട്ടയും സെറ്റ് ചെയ്ത് അങ്ങ് പോയായിരുന്നു. പിന്നെ 1 കോഴി അപ്പോൾ നമുക്കിന്നുള്ളൂ. അപ്പോൾ എല്ലാം ഉള്ളത് കൊണ്ടൊരു ഓണം പോലെ എന്നുള്ള രീതി നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാവർക്കും ചാറ് മുക്കി നക്കിയാൽ മതി. ഞാൻ അടിക്കുന്നില്ല, ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ചിട്ട് വല്ലതും ബാക്കി ഉണ്ടാക്കി നീ അടിച്ചാൽ മതി. അതുപോലെ നീ ചാറ് മുക്കി നക്കിയാൽ മതിയെന്ന്. അയ്യോ. ഇപ്പം എന്തായാലും നമ്മളിനിപ്പോൾ നേരെ പോകുന്നു. സാധനത്തിനെ അടിച്ച് വെട്ടിയരിഞ്ഞ് കറിയാക്കുന്നു. അതാണ് പരിപാടി. നമ്മൾ കോസ്കോയിൽ നിന്ന് കയറി നമുക്കിന്ന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ജോലിയാ? അപ്പോൾ ഗൈസ് നമ്മൾ സവാള വാങ്ങിക്കാൻ പോയ വഴിക്ക് നമുക്ക് നന്ദനയും കിട്ടി. അപ്പോൾ നൈസായിട്ട് നന്ദന എടുത്ത് വണ്ടിക്കകത്തിട്ട് എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി അവിടെ സ്പൈസ് ഒക്കെ ഇരിപ്പുണ്ടോ വീട്ടിൽ? എന്തോ വേണ്ടെന്ന് വെച്ചാൽ എന്തോ ഉള്ളേ. അത് ശരിയാ, എല്ലാം ഉണ്ട്. ഹായ് ഗായ്സ്. അപ്പം നമ്മള് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാനും ഗണേഷും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഫുഡ് ആക്കാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സ്കൂൾ വിട്ട പോലെ എല്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. അതെ, ഒന്നുമല്ല, എല്ലാവരും ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ജോലിയില്ല, അവർക്ക് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളില്ല, ഒന്നുമില്ല. ഫുഡെന്ന് കേട്ടുള്ളൂ, എല്ലാം വീടിന് മുന്നിലുണ്ട്. വരും, അതാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിയാ. അപ്പം ഇന്നിനിപ്പോ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് നമുക്കാണെങ്കിൽ കിട്ടിയ നമ്മുടെ നാടൻ കോഴിയെ നമുക്ക് കറിയാക്കാം. സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പം അതിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സവാള, സവാള എടുത്തോ, തക്കാളി, പിന്നെ നമ്മുടെ കോഴി ഇരിപ്പുണ്ട്. നമ്മൾ ഫ്രിഡ്ജിനകത്ത് കോഴി ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്, നാടൻ കോഴി. ഒരു കോഴിക്ക് മറ്റൊരു കോഴിയെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ, അതായിരിക്കും ഞാനിപ്പോ. അപ്പൊ നാടൻ കോഴി അതിരിപ്പുണ്ട്. ഇനി നമ്മൾ അതെടുക്കും. എല്ലാം കൂടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് പടപടേന്ന് പരിപാടി തുടങ്ങാം. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അധികം സമയം കളയാതെ ഷട്ടപ്പെട്ട് കുക്കിംഗ് തുടങ്ങുന്നതാണ്. ഓക്കെ, എന്നാ പിന്നെ ഞാൻ കട്ട് ചെയ്യാം. വേറെ കത്തിയുണ്ട്? ഇല്ല, ഞാൻ തോന്നുന്നു കിട്ടുന്നില്ലേ? ആ, ഉടനെ പൂവൻകോഴി ഉള്ള പെടക്കോഴികളുടെ മുട്ട അടവച്ചാലേ അത് വിരിയൂ. ഏതേലും ഒരു കോഴിയുടെ അടുത്ത് വെച്ചാൽ വിരിയത്തില്ല. കോഴിയുടെ അടുത്ത് വെച്ചാൽ വിരിയത്തില്ല. I mean they have to പൂവൻ. വല്ലാണ്ട് കുത്തി പറയുന്നത്. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മളെ ബോൺ അറിയാമെങ്കിലുണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിനകത്തോടെ തന്നെ കണ്ടോ കാട്ടിലേക്ക്. ഞാൻ വേണമെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് കാണിക്കാൻ വേണ്ടി കാലൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ കാല് കട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒറ്റ ഒടി ആട്ടാ ഒടിച്ചതിനകത്ത് നമ്മൾ ഈ കത്തി ഇങ്ങനെ കയറ്റി. പിന്നെ നമ്മള് ഇതിങ്ങനെ ഇവിടെ ഒരു ജോയിൻ ഉണ്ട്. ആ ജോയിനകത്ത് നമ്മൾ പിച്ചാത്ത് കയറ്റി ഇങ്ങനെ ഒറ്റ. അടുത്ത നമ്മൾ ഇത് ഒറ്റ ഒടി അതിന്റെ മണ്ടയ്ക്കൂടെ നമ്മൾ ഇങ്ങനെ എടുക്കും.
ഇങ്ങനെ ഞാൻ വെട്ടുന്നു ഞാൻ ഇങ്ങനെ കണ്ടോ കറക്റ്റ് ആ കാർഡിലേജിനകത്ത് പോയണ്ടോ. കോഴികളുമായിട്ട് എനിക്കൊരു തഴക്കവും മഴക്കവും ഉള്ളതായോണ്ട് കോഴി വെട്ടിന് ഞാൻ ഞാൻ മുമ്പേ പറഞ്ഞാലും നമ്മുടെ കറി ഇങ്ങനെ വെന്ത് ഇങ്ങനെ തിള വന്ന് കൊതാന്ന് തിളച്ചിരിപ്പുണ്ട്. സ്പോഞ്ച് അല്ല സ്പോഞ്ച്. ഇതേടെ അഭിജി അങ്ങോട്ട് ഉണ്ടോ? അഭിജി എപ്പോ ഉണ്ടാക്കുന്നുണ്ടോ? സെറ്റ്. അരെ വാ 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 വാ. മനസ്സിലായില്ല. എല്ലാവർക്കും ഒരു ബ്രൂ കോഫി ഇരട്ടെ. എല്ലാരും ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാരും ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ആരെല്ലാം തിന്നെ. ആ അപ്പം ഞാൻ വിചാരിച്ചില്ല അപ്പം ഫ്ലോപ്പാന്ന് വിചാരിച്ചത്. അഭിജയുടെ കൈകൾ വന്നപ്പോ കൊള്ളാം, നല്ല ടേസ്റ്റ്. നീ ഇച്ചിരി അഭിജയുടെ മുഖം കണ്ടേ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സാധനം? എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, എന്നാൽ ആരുടെ ഒരു അഭിപ്രായം പറഞ്ഞു. എങ്ങനെയുണ്ട് കറി? എങ്ങനെയുണ്ടായിരുന്നു കറി? മാസം കൊള്ളാം, നല്ല മാസം കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ആ നാടൻ കോഴിയുടെ ടേസ്റ്റ് സൂപ്പർ. ജെബിൻ എന്താ പറയുന്നു? നിങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചതാണോ? കഴിച്ചില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മളാണെങ്കില് നല്ല സ്വാദിഷ്ടമായ നാടൻ കോഴിക്കറിയും അപ്പവും പൊറോട്ടയും ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോ ഇനിയും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഗൈസ്. Till next time. Bye.